നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസിഡന്റ് ബൈ NCDC. കുരുക്കിലായ സ്വാശ്രയം. സ്വാശ്രയ സമരത്തിൽ പിന്നോട്ടില്ലെന്ന് പ്രതിപക്ഷം. സ്പീക്കറുടെ അധ്യക്ഷതയിൽ നടന്ന സമവായ ചർച്ച പരാജയം. പ്രതിപക്ഷ ആവശ്യത്തോട് മുഖം തിരിക്കുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാവില്ലെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും രമേശ് ചെന്നിത്തല. തുടർച്ചയായി സഭാ നടപടികൾ സ്തംഭിക്കുന്ന സാഹചര്യത്തിൽ സ്പീക്കർ വിളിച്ച മധ്യസ്ഥ ചർച്ചയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി സർക്കാരും പ്രതിപക്ഷവും. സഭാ നടപടികൾ ബഹിഷ്കരിച്ച് UDF, പിന്തുണ അറിയിച്ച് മാണി കോൺഗ്രസും. അതേസമയം സഭാ കവാടത്തിൽ നിരാഹാരം കിടക്കുന്ന ഹൈബി ഈഡനെയും ഷാഫി പറമ്പലിനെയും ഇന്ന് ആശുപത്രിയിലേക്ക് മാറ്റും. ഇരുവരുടെയും ആരോഗ്യനില മോശമെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. പുതിയ സമരപരിപാടികൾ ആസൂത്രണം ചെയ്യാൻ തലസ്ഥാനത്ത് ഇന്ന് UDF യോഗം. വീണ്ടും ഭീകരാക്രമണം. പാക് അധീന കശ്മീരിലെ സൈനിക നടപടിക്ക് പിന്നാലെ ജമ്മുവിൽ വീണ്ടും ഭീകരാക്രമണം. ബാരാമുള്ളയിലെ സൈനിക ക്യാമ്പിന് നേരെ ഇന്നലെ രാത്രിയുണ്ടായ ആക്രമണത്തിൽ BSF ജവാൻ കൊല്ലപ്പെട്ടു. 4 സൈനികർക്ക് പരിക്ക്. 2 തീവ്രവാദികളെ വധിച്ചതായി സൈന്യം. ഉറി ഭീകരാക്രമണത്തിന് സമാനമായി അതിർത്തി വഴി നുഴഞ്ഞുകയറിയത് 7 ഭീകരരെന്ന് സംശയം. ക്യാമ്പിനുള്ളിലേക്ക് ഗ്രനേഡ് എറിഞ്ഞ ശേഷം വെടിയുതിർക്കുകയായിരുന്നു. അതിനിടെ അഖ്നൂരിൽ പാക് സൈന്യം തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതായി സുരക്ഷാ സേന. അതേസമയം പാക് പിടിയിലായ ഇന്ത്യൻ സൈനികരെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുന്നതായി പ്രതിരോധ മന്ത്രാലയം. ജവാന്റെ മോചനത്തിന് കുറച്ചു ദിവസം കൂടി കാത്തിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ പരീക്കർ. ദിശയറിയാതെ കാവേരി. കാവേരി വിഷയത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കെ കർണാടകയിൽ നിർണായക നിയമസഭാ സമ്മേളനം. തമിഴ്നാടിന് വെള്ളം നൽകണമെന്ന സുപ്രീം കോടതി വിധിയും കാവേരി മാനേജ്മെന്റ് ബോർഡ് രൂപീകരണവും മുഖ്യ അജണ്ട. കുടിവെള്ള ആവശ്യത്തിനായുള്ള അണക്കെട്ടുകളിലെ ജലം തമിഴ്നാടിന് വിട്ടു നൽകേണ്ടതില്ലെന്ന സർവകക്ഷി യോഗ തീരുമാനം സഭ ചർച്ച ചെയ്യും. അതേസമയം കാവേരി ഉത്തരവുകളിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് കർണാടകം ഇന്ന് റിവ്യൂ ഹർജി നൽകും. വിലക്ക് നീക്കാൻ ചർച്ച. കോടതികളിലെ മാധ്യമ വിലക്കിൽ പരിഹാര ചർച്ച ഇന്ന്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തും. പ്രശ്നപരിഹാരത്തിന് വേണ്ടതെല്ലാം ചെയ്യുമെന്ന് സർക്കാർ. സമവായ ശ്രമത്തിന് പിന്നിൽ കോടതികളിലെ മാധ്യമ വിലക്ക് നീക്കാൻ സർക്കാർ ഇടപെടുന്നില്ലെന്ന പരാതിയെ തുടർന്ന്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. സ്വർണം ഗ്രാമിന് 2850 രൂപ, പവൻ 22,800 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം, അബൂഷാഗ്ര, ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസിഡന്റ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.